വയനാട് കുപ്പാടിത്തറയിൽ 4-അംഗ സംഘത്തിന്റെ മർദ്ദനത്തിൽ 49-കാരന് ഗുരുതരമായി പരിക്കേറ്റതായി പരാതി. കടം കൊടുത്ത പണം തിരിച്ചു ചോദിച്ചതിന് പിതാവ് ജെയ്സനെ മർദ്ദിച്ചെന്നും പ്രതികൾക്കെതിരെ പോലീസ് നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നും മകൾ അക്സ ആരോപിച്ചു. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് കുടുംബം എസ്പിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കുടുംബത്തിന്റെ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ മാസം 20-ന് ഈസ്റ്റർ ദിനത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം. കുപ്പാടിത്തറ സ്വദേശിയായ ജെയ്സനെ കടം കൊടുത്ത 2500 രൂപ തിരിച്ചു ചോദിച്ചതിന് 4-അംഗ സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചെന്നാണ് മകൾ അക്സ പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാരായ വിനോദ്, രഞ്ജിത്ത്, പ്രകാശൻ, അനീഷ് എന്നിവർ മർദ്ദിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അന്നത്തെ ദിവസം പപ്പ ആ ചേട്ടനോട് വിനോദിനോട് പൈസ ചോദിച്ചപ്പോൾ വിനോദ് പപ്പേനെ തെറി വിളിക്കുകയും പപ്പയെ കൊല്ലുന്നൊക്കെ പറഞ്ഞു. അത് ഒഴിഞ്ഞ് പപ്പ തിരിച്ച് വീട്ടിലേക്ക് വന്ന പപ്പയെ കൂടെ ഉണ്ടായിരുന്ന പ്രകാശൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിതാ പൈസ തരാം, നിങ്ങൾ ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് പപ്പയെ അവിടെ മർദ്ദിച്ച് അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പപ്പയെ പുഴ സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പപ്പയെ മർദ്ദിച്ചു. ആന്തരികമായി മാരക ക്ഷതമേറ്റ ജെയ്സന്റെ ചെറുകുടൽ 10 സെന്റിമീറ്ററോളം മുറിച്ചു മാറ്റേണ്ടി വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ജെയ്സന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ്. എന്നാൽ കുടുംബത്തിന്റെ പരാതിയിൽ നിസാര വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തതെന്നും വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യാതെ പടിഞ്ഞാറത്തറ പോലീസ് പ്രതികളെ സഹായിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. പോലീസ് പറയുന്നത് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം വന്ന അന്വേഷണ സമയത്തൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. നല്ല രീതിക്കായിരുന്നു ആദ്യം അന്വേഷണങ്ങളൊക്കെ നടന്നു പോയിരുന്നത്. പക്ഷേ പിന്നീട് പെട്ടെന്നാണ് ഇങ്ങനെ ആള് മരിച്ചെങ്കിൽ കൊലപാതകത്തുള്ള കേസെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് പിന്നെ പോലീസിന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് ആളുകൾ ഇവിടെ ഇല്ല, പിന്നെ തൃശ്ശൂർ പൂരത്തിന് പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് പ്രതികളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല, പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പൊ പ്രതികൾ അവിടെ അടിച്ചു പൊളിച്ച് കഴിയാണ്. കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ജെയ്സന്റെ വരുമാനമായിരുന്നു കുടുംബത്തിന് ആശ്രയം. പ്രതികളെ വേഗത്തിൽ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇവർ ജില്ലാ കളക്ടർക്കും എസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെന്ന് കുടുംബം അറിയിച്ചിട്ടില്ലെന്നുമാണ് പടിഞ്ഞാറത്തറ പോലീസിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, വയനാട്.